ആരെങ്കിലും കണ്ടോ? വേഗം തിന്നിട്ട് പൊയ്ക്കോ. അയ്യോ അടിക്കരുതേ, അടിക്കരുത്. ഓഹോ, എടാ കിളവാ, അപ്പൊ താനും ഇവനും ചേർന്നുള്ള ഒത്തുകളിയാണ് നിൽക്കല്ലേ? അയ്യോ കുഞ്ഞെ അടിക്കരുത്, അടിക്കരുത്. അയ്യോ അയ്യോ അടിക്കരുത് കുഞ്ഞെ, കുഞ്ഞെ ആ പാവത്തിന് അടിക്കരുത് കുട്ടികളെ. ഇവൻ പാവമോ? അതെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഇയാളുടെ ഭാര്യയെ ആരോ കൊന്നു. ആര്? അറിയില്ല. ആ സംഭവത്തിന് ശേഷം ഈ പാവം ഇങ്ങനെയായി. വിശക്കുമ്പോ ഇവിടെ വരും, ഞാൻ ആഹാരം വല്ലതും കൊടുക്കും. ഇൻസ്പെക്ടർ, നിങ്ങൾ കാള് തെറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കല്ല, തനിക്കാണ്. ഒരിക്കലും പിടിക്കപ്പെടില്ല ധരിച്ചു അല്ലേ? ഇന്നാരെയായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്? മിസ്റ്റർ, എന്നെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം എന്നെ മോചിപ്പിക്കേണ്ടി വരും. ഓഹോ, അവിടുന്ന് ആരാണാവോ? മനസ്സിലാക്കി തരാം. പാട്ടി ഏതാണത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാം. ഒരു തുള്ളി വെള്ളം പോലെ ഇവര് കൊടുത്തു പോരുത്. ഞാൻ പോകുന്നു. മടങ്ങി വരാൻ താമസിച്ചിരിക്കും. ശരി സർ, ബി കെയർഫുൾ. ആറ്റക്കുരുവികളുടെ കോളനികളിൽ ഒരിക്കലും പൂർത്തിയാകാത്ത ചില കൂടുകൾ കാണാം. ഇത് ആൺപക്ഷി തനിക്കിരുന്ന് ആടിപ്പാടാനായി നിർമ്മിച്ചതാണെന്നാണ് മുമ്പുള്ള പക്ഷി നിരീക്ഷകർ പറയുന്നത്. എന്നാൽ എന്തിനാ കുഞ്ഞുങ്ങളെ ഈ രാത്രി ഇറങ്ങി നടക്കുന്നത്? SI കണ്ട വഴക്ക് പറയില്ലേ? കർഫ്യൂ പിൻവലിച്ചു സാർ. എന്തേ? അയാൾ പിടിക്കപ്പെട്ടു. ആര്? ഡേവിഡ് ഡിക്രൂസ്. ഭഗവാനെ, എപ്പോ? കുറച്ചു നേരമായി. വെരി ഗുഡ്. Thank you, Inspector. Thank you. എന്താ സാർ ഇത്?
ഗുഡ് മോർണിംഗ് സാർ. 3 കൊലപാതകങ്ങൾ നടന്നിട്ടും പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? സാർ അത് നോ, കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓർഡർ കേൾപ്പിച്ചോളൂ. ചിലപ്പോൾ അമിതമായി മദ്യപിച്ചിരുന്നിരിക്കും. നോ ആനന്ദ്, വളരെ നോർമലായിരുന്നു. പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? എന്താ ഉണ്ടായത്? ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ എന്റെ പേര് വിളിച്ചു. ആരുടെ ശബ്ദമായിരുന്നു? അടുത്ത് പരിചയമുള്ള മുഖം പോലെ തോന്നി. പിന്നെ അയാൾ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിച്ചിരിക്കും. എന്തോ എനിക്കൊന്നും അറിയില്ല. എന്നാൽ അത് തന്നെ എന്റെ സംശയം യാഥാർത്ഥ്യമാകുന്നു. വാട്ട് ഡു യു മീൻ? ഹീസ് എ ഹിപ്നോട്ടിസ്റ്റ്. ഇച്ഛാശക്തി കൊണ്ട് മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന ഒരു മാജിക്കുകാരൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉറങ്ങിക്കിടന്ന താങ്കളുടെ മനസ്സിനെ അയാളുടെ മനഃശക്തി കൊണ്ട് വിളിച്ചു. പിന്നെ ഒരു സ്വപ്നത്തിലെന്ന പോലെ താങ്കളെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു. ഞാൻ ഇതെങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കി കൊടുക്കും? പ്രവർത്തിച്ച് കാണിച്ചാലേ പറ്റൂ. എങ്ങനെ? ഡിക്രൂസിനെ വെല്ലാൻ കഴിവുള്ള മറ്റൊരു ഹിപ്നോട്ടിസിനെ നമ്മൾ കണ്ടെത്തണം. അതിനിപ്പോ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെ ഒരു ഡോക്ടർ ഇപ്പോൾ ഇവിടെ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ പ്രഭാകര വർമ്മ. അതാണ് ഇതിന്റെ തിയറി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹിപ്നോട്ടിസം അഥവാ യോഗവിദ്യ ശതാബ്ദങ്ങൾക്ക് മുമ്പേ നമ്മുടെ പൂർവികർ സ്വായത്തമാക്കിയതാണ്. ക്ഷമയും പ്രയത്നവും കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. നേത്രങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. ഒരാളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കുമ്പോൾ അവരുടെ മനസ്സ് നമ്മൾ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയിരിക്കും. പൂർണ്ണനായ ഒരു ഹിപ്നോട്ടിസ്റ്റിന് നേർക്ക് നേരെ കണ്ടതിന് ശേഷം ഏതൊരു വ്യക്തിയായാലും അയാൾ എത്ര തന്നെ അകലത്തിരുന്നാലും അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാനും എന്തു വേണമെങ്കിലും ചെയ്യിക്കാനും കഴിയും. ടെലിപ്പതി, മെസ്മരിസം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഇതിലുണ്ട്. ഓപ്പറേഷന് വേണ്ടി രോഗിയെ മയക്കാനും മറ്റ് അസുഖങ്ങൾ മാറ്റാനും ഇന്നത്തെ വിദേശ ഡോക്ടർമാർ ഹിപ്നോട്ടിസത്തെ പരമാവധി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ദൈവവിദ്യയെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില കാപാലികരും ഈ നാട്ടിൽ ഇല്ലാതില്ല. ആ, നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ അനന്തന് പടം പിടുത്തൊന്നുമില്ലേ? ഉണ്ട് സാർ. ഇത് എസ് ഐ ബാബു. ഹലോ. ഹലോ സാർ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓ, അതിനെന്താ, വരൂ പ്ലീസ്. റിലാക്സ്, റിലാക്സ്. സംഗതികൾ ആകെ വഷളായിരിക്കുകയാണല്ലോ. അയാൾ നല്ല വിൽ പവർ ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, ഇവിടുന്ന് എന്ത് ദൂരമുണ്ട്? 50 കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും. ഞാൻ വളരെയേറെ സംശയിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഇനിയും അവിടെ കൊലപാതകങ്ങൾ നടന്നിരിക്കും. പക്ഷേ മനസ്സിലാവുന്നുണ്ട്. ബട്ട് എനിക്ക് 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം. കുറേയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഒളിഞ്ഞിരിക്കാനാണ് സാധ്യത. പിന്നെ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അയാളെ പിടിക്കാം. താങ്ക് യു സാർ. ആ, നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാ? അയാൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ തിരിച്ചു പോകും? ഇല്ല, രാത്രി പുറത്തിറങ്ങണ്ട പ്ലീസ്. രാത്രിയാണല്ലോ ഇവിടെ പലതും സംഭവിക്കുന്നത്. വരൂ, തർക്കിക്കണ്ട. കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ അപകടങ്ങളൊന്നും വലിച്ചു വെക്കണ്ട. പോലീസ് കയ്യിൽ കിട്ടിയ കൊലയാളിയെ കാശ് വാങ്ങി പുറത്തുവിട്ട അയാളെയാണ് ആദ്യം വെടിവെക്കേണ്ടത്. വരൂ, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. വരുന്നേ. അങ്ങനെയാണ് കാര്യങ്ങളുടെ സ്ഥിതി. അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാവരും നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ? ഇനിയിപ്പോ പ്രൊഫസർ ഉറക്കം ഒഴിയണമെന്നില്ല. നോനോ, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. പലർക്കും പല വഴി പിരിയാം. ആദ്യം കണ്ടെത്തുന്നവർ അടുത്ത ആളെ എങ്ങനെയും വിവരം അറിയിച്ചാ മതി. ഗസ്റ്റ് ഹൗസിന് ചുറ്റിപ്പറ്റി മതി നിരീക്ഷണം.
റൂമിലെത്തിയാൽ വിവരം അറിയിക്കാൻ വാച്ചറോട് പറഞ്ഞിട്ടുണ്ട്. എടി കാട്ടുസുന്ദരി, ഈ ഡിക്രൂസ് എറിഞ്ഞ വലയിൽ നിന്നും ഒറ്റമീനും ഇതുവരെ പുറത്തു പോയിട്ടില്ല. പച്ചമാംസം ഡിക്രൂസിന് അമൃതിനേക്കാൾ പ്രിയമാണ്.